അറബിക്കടൽ തീരങ്ങളിൽ തിമിംഗലങ്ങൾ ചത്തടിയുന്നത് കഴിഞ്ഞ 10 വർഷങ്ങളിൽ 10 മടങ്ങ് വർദ്ധിച്ചതായി കണ്ടെത്തൽ. 2004-2013 കാലയളവിൽ പ്രതിവർഷം 0.3% 2013-2023 കാലയളവിൽ പ്രതിവർഷം 3% കുത്തനെ കൂടിയെന്ന് കണ്ടെത്തി. പഠന റിപ്പോർട്ട് ഗവേഷണ പ്രബന്ധമായ റീജിയണൽ സ്റ്റഡീസ് ഇൻ മറൈൻ സയൻസ് എന്ന ജേർണലിൽ പ്രസിദ്ധീകരിച്ചു. ഇന്ത്യയിലെ സമുദ്രസ്ഥനികളുമായി ബന്ധപ്പെട്ട ദേശീയ ഗവേഷണ പ്രോജക്ടിന് കീഴിൽ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ആർ രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പഠനം. കേരളം, കർണാടക, ഗോവ തീരങ്ങളിലാണ് തിമിംഗലങ്ങൾ ഏറ്റവും കൂടുതൽ ചത്തടിയുന്നത്. ഉയർന്ന അളവിലുള്ള കപ്പൽ ഗതാഗതം, മത്സ്യബന്ധനം, പാരിസ്ഥിതിക ഘടകങ്ങൾ, ആഴം കുറഞ്ഞ തീരക്കടൽ എന്നിവയാണ് ഇതിന് ആക്കം കൂട്ടുന്നത്. കടലിലെ ശബ്ദമലിനീകരണം, കപ്പൽ അപകടങ്ങൾ, ആവാസ കേന്ദ്രങ്ങളുടെ തകർച്ച എന്നിവ തിമിംഗലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന ശ്രദ്ധയും ഉയർന്ന പൗരബോധവും ചത്തടിയുന്ന സംഭവങ്ങൾ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഇടയായിട്ടുണ്ടെന്നും പഠനം പറയുന്നു. ഏറ്റവും കൂടുതൽ വെസ്റ്റ് കോസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സസ്തനികൾ കഴിഞ്ഞ 10 വർഷത്തിൽ ആവറേജ് എടുത്താൽ അടിഞ്ഞിട്ടുള്ളത് കേരള, കർണാടക തീരത്താണ്. അപ്പോൾ അത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് വർദ്ധിച്ചു വരികയാണ്. ഈ കഴിഞ്ഞ വർഷം തന്നെ എടുത്ത് നോക്കിയാൽ കേരളത്തിൽ മാത്രം 5 ബെലീൻ വെയിൽസാണ് സ്ട്രാൻഡായിട്ടുള്ളത്. ഇപ്പോൾ കടലിലുണ്ടാവുന്ന ശബ്ദ മലിനീകരണം ഇവിടെ എക്കോലൊക്കേഷനെ എഫക്റ്റ് ചെയ്യും. പിന്നെ പ്രധാനമായിട്ട് പറയുന്നത് ഈ നമ്മുടെ കടലിൽ ഉള്ള കപ്പലുകളുടെയും അതുപോലെ മറ്റ് മത്സ്യബന്ധന യാനങ്ങളുടെയും ഒക്കെ അവയുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ അവയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത. ബ്രഡ്സ് തിമിംഗലങ്ങളാണ് കൂടുതലായി ചത്ത് തീരത്തടിയുന്നത്. 2023 മാത്രം 9 തിമിംഗലങ്ങൾ ചത്തടിഞ്ഞു. കൂടുതലും ആഗസ്റ്റ്, നവംബർ മാസങ്ങളിലാണ് ഇവ കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 20 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. കാലവർഷത്തോടനുബന്ധിച്ച് ചെറുമത്സ്യങ്ങളെ ലക്ഷ്യം വെച്ച് തീരക്കടലിലേക്ക് നീങ്ങുന്ന തിമിംഗലങ്ങൾ പലപ്പോഴും കരയോട് ചേർന്ന ആഴം കുറഞ്ഞ പ്രദേശങ്ങളിൽ കുടുങ്ങുകയോ കരക്കടിയുകയോ ചെയ്യും. ഇതോടൊപ്പം പ്രക്ഷുബ്ധമായ കടൽ കാരണം ദിശയറിയാനുള്ള ശേഷി നഷ്ടപ്പെട്ട് തീരത്തെത്തിപ്പെടുന്നതാണ് മൺസൂൺ സമയത്ത് തിമിംഗലങ്ങൾ ചത്ത് തീരത്തടിയുന്നതിന് കാരണമാകുന്നത്. സമുദ്രോപരിതല താപനില കൂടുന്നതും തിമിംഗലങ്ങൾക്ക് വിനയാകുന്നു. താപനില വർദ്ധിക്കുന്നത് മൂലം സമുദ്ര ആവാസ വ്യവസ്ഥയിലുണ്ടാവുന്ന തടസ്സങ്ങൾ തിമിംഗലങ്ങൾ തീരക്കടലുകളിലേക്ക് ഒഴുകിപ്പോകാൻ ഇടവരുത്തുന്നു. ഈ ഗുരുതര സാഹചര്യം നേരിടുന്നതിന് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ രീതിയിലുള്ള സംരക്ഷണ പദ്ധതികളാണ് വേണ്ടതെന്ന് സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ നിതീഷ് കുമാർ ചൂണ്ടിക്കാട്ടി. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.